സോ 5ാം ക്ലാസ് കഴിഞ്ഞ് 6ാം ക്ലാസ്സിന് വേണ്ടിയിട്ട് എന്താണ് അടുത്തൊരു അക്കാഡമിക് ഇയറിന് വേണ്ടിയിട്ട് വളരെ എക്സൈറ്റഡ് ആയിരിക്കും അല്ലേ. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് വെക്കേഷനുള്ളൂ. ബാക്കി എന്താണ് ജൂണിൽ നമുക്ക് എന്ത് ചെയ്യണം, പുതിയ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യണം. മാത്തമാറ്റിക്സ് ക്ലാസ് 6 നമുക്ക് എന്തൊക്കെയാണ് പുതുതായിട്ട് പഠിക്കാനുള്ളത്, എന്തൊക്കെയാണ് മേജർലി വരുന്ന ടോപ്പിക്കുകൾ എന്തൊക്കെയാണ്, ഈസിയർ ആയിട്ടുള്ള ടോപ്പിക്കുകൾ എന്തൊക്കെയാണ്, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മേജർലി നമുക്ക് മാത്തമാറ്റിക്സിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ക്ലാസ് 6 നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. നമ്പർ സിസ്റ്റം, അതുപോലെ തന്നെ ജോമെട്രി ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ആൾജിബ്ര എന്ന് പറഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഫസ്റ്റത്തെ ഇനീഷ്യൽ ചാപ്റ്റേഴ്സ് ഒക്കെ എന്താണ്, നമ്പർ സിസ്റ്റത്തിലെ ചാപ്റ്റേഴ്സ് ആണ്. അത് തന്നെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും. ക്ലാസ് 6 പഠിക്കേണ്ടതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഏതാണ്, നമ്പർ സിസ്റ്റം ആണ്. അപ്പോൾ നമ്പർ സിസ്റ്റത്തിൽ ഫസ്റ്റത്തെ ചാപ്റ്ററൊക്കെ എന്താ വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. നോയിങ് അവർ നമ്പേഴ്സ്, അല്ലെങ്കിൽ CBSE ആണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് നിന്ന് ചാപ്റ്റേഴ്സിൻ്റെ നെയിമുകളിൽ വ്യത്യാസം ഉണ്ടെങ്കിലും ടോപ്പിക് വൈസ് എന്താണ്, കണ്ടന്റ് വൈസ് ആൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരിക്കുക. പക്ഷെ എന്താണ്, പേരുകളിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. പിന്നീട് നമ്മൾ പഠിക്കുന്നത് ഹോൾ നമ്പേഴ്സാണ്. ഹോൾ നമ്പേഴ്സ് കഴിഞ്ഞ് ഇൻഡിജേഴ്സിലോട്ടൊക്കെ പോകുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഒന്നും കൂടെ ഡിഫിക്കൽട്ടായിട്ട് കുട്ടികൾ പൊതുവേ പറയപ്പെടാറുള്ളത്. അപ്പോൾ ഇൻഡിജേഴ്സ്, ഇപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് പോസിറ്റീവ് നമ്പേഴ്സായിട്ട് എങ്ങനെ ആഡ് ചെയ്യാം, എങ്ങനെ സബ്ട്രാക്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ. ഇപ്പോൾ എക്സാമ്പിളൊക്കെ എടുക്കുകയാണെങ്കിൽ -2 -5 എന്താണ് റിസൾട്ട് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നമുക്ക് അവിടെ ആൻസർ ചെയ്യേണ്ടി വരും. അപ്പോൾ അത്തരം ടോപ്പിക്സ് വളരെ കൃത്യമായിട്ട് പഠിക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ എന്താണ്, കാൽക്കുലേഷൻ ബേസ്ഡ് ആയിട്ടുള്ള അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യരുത്, നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവരുത്. പക്കാ ക്ലിയർ ആയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ അത്തരം കാര്യങ്ങൾ പഠിക്കേണ്ടത്. അത് കഴിഞ്ഞ് പിന്നീട് വരുന്നത് ഫ്രാക്ഷൻസ് പോലുള്ള ടോപ്പിക്കാണ്. ഫ്രാക്ഷൻസ് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2/7 + 7/2 എന്താണ് വരിക, അല്ലെങ്കിൽ 2/7 - 7/2 അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും. അപ്പോൾ സബ്ട്രാക്ഷന്, അഡീഷന് പോലുള്ള ടോപ്പിക്സ് എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കണം. ക്ലാസ് 6 എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. എങ്ങനെയാണ് LCM ഉപയോഗിച്ചിട്ട് ആഡ് ചെയ്യാം, എങ്ങനെയാണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അവിടെ പഠിക്കും. അപ്പോൾ ഓരോ ക്വസ്റ്റിനും മേ ബി എന്താണ് മെത്തേഡുകൾ മാറും. ഈസിയർ ആയിട്ടുള്ള മെത്തേഡുകൾ ഏതാണെന്ന് നമ്മൾ എങ്ങനെ ഐഡൻറ്റിഫൈ, നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് കണ്ടാൽ തന്നെ നമുക്ക് ഏത് മെത്തേഡ് യൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, കൃത്യമായിട്ട് പഠിക്കും. ഇത്തരം ടോപ്പിക്സ്, അതായത് നമ്പർ സിസ്റ്റത്തിൽ ഇപ്പോൾ ഇൻറ്റിജേഴ്സിൻ്റെ അഡീഷൻ സബ്ട്രാക്ഷൻ പോലുള്ള കാര്യങ്ങൾ, അതുപോലെ ഫ്രാക്ഷൻസിൻ്റെ അഡീഷൻ സബ്ട്രാക്ഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ വളരെ പക്ക ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിക്കുക എന്നുള്ള ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഏതൊരു സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യേണ്ടി വരും, കാൽക്കുലേഷൻസ് ഒക്കെ വരും അല്ലേ. ഇപ്പോൾ സയൻസ് സബ്ജക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ അവിടെ എന്ത് ചെയ്യും, കാൽക്കുലേഷൻസ് വരും, മാത്സിൽ കാൽക്കുലേഷൻസ് വരും. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഇത്തരം ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യണം, ക്ലിയർ ആയിട്ട് പഠിക്കണം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക്ക് നമ്മൾ എങ്ങനെ മാസ്റ്റർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഒരുപാട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. നന്നായിട്ട് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ടോപ്പിക്ക് മാസ്റ്റർ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നത് ജോമെട്രി ബേസ് ചെയ്തുള്ള ടോപ്പിക്സ് ആണ് അല്ലേ, ചാപ്റ്റേഴ്സ് ആണ്. അത് കമ്പാരിറ്റീവ്ലി ഒന്നും കൂടെ എളുപ്പമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ കൺസ്ട്രക്ഷൻസ് ഒക്കെ പഠിക്കുക, ഒരു രസകരമായുള്ള ചാപ്റ്റേഴ്സ് ഒക്കെയാണ്. എങ്ങനെയാണ് ജോമെട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ട്, ജോമെട്രിക്കൽ ബോക്സ് വെച്ചിട്ട് എന്തൊക്കെ തരത്തിലുള്ള കൺസ്ട്രക്ഷൻസ്, പല ഷേപ്പുകൾ നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്യാനുണ്ടായിരിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പഠിക്കാം. പല ഫിഗേഴ്സ്, ഷേപ്പുകളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ പിന്നീട് പഠിക്കാനുള്ളത് മെൻസുറേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഡാറ്റ ഹാൻഡ്ലിങ്, എങ്ങനെയാണ് ഡാറ്റ എങ്ങനെയാണ് ഡാറ്റനെ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത്, എന്താണ് ബാർ ഗ്രാഫ്, അതിനെങ്ങനെ ഡാറ്റ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം, അതിൻ്റെ പാരാമീറ്റേഴ്സ് എന്തൊക്കെയായിരിക്കണം, പല പാരാമീറ്റേഴ്സ് നിങ്ങൾ പഠിക്കും. അപ്പോൾ അതിന് എന്തൊക്കെയാണ് നമുക്ക് ഇൻഫർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ വളരെ രസമായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ് എന്ത് ഡാറ്റ ഹാൻഡ്ലിംഗ് ഒക്കെ പറയുന്ന ടോപ്പിക്സ് വരുന്നത്. പിന്നീട് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസ് വരും അല്ലേ. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എന്താണ് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതെങ്ങനെ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുക എന്നുള്ളതും നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും പഠിക്കണം. പല കുട്ടികൾക്കും റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസ് റേഷ്യോസ് അറിയാമെന്നുണ്ടെങ്കിലും അതെങ്ങനെയാണ് നമ്മൾ മാറ്റേണ്ടത്, ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം വരുമ്പോൾ എങ്ങനെയാണ് റേഷ്യോനെ വാല്യൂ ആക്കി മാറ്റേണ്ടത് എന്നുള്ളടത്ത് പല കുട്ടികൾക്കും കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പം അത്തരം പ്രാക്ടിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത്തരം ടോപ്പിക്കുകളിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ എന്ത് ചെയ്യും, പല ടോപ്പിക്കുകൾ സെയിം കോൺസെപ്റ്റ് വീണ്ടും യൂസ് ചെയ്യും. അപ്പോഴേക്കും എന്ത് ചെയ്യണം, നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അത് പഠിക്കേണ്ടതുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഒന്നും കൂടെ വെയിറ്റേജ് കുറവുള്ള ആൾജിബ്രയിലോട്ട് വരുന്നത്. ഇപ്പോൾ വെയിറ്റേജ് കുറവാണെന്നുണ്ടെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ആൾജിബ്ര എന്നുള്ളത്. നമ്മൾ മാത്സിൽ ആദ്യമായിട്ട് നമ്പേഴ്സ് 1 2 3 അല്ലെങ്കിൽ ആ നമ്പർ സിസ്റ്റംസ് മാറിയിട്ട് ലെറ്റേഴ്സ് വന്ന് തുടങ്ങും, എക്സും വൈയും സെഡൊക്കെ വന്ന് തുടങ്ങും. അപ്പോൾ പല കുട്ടികൾക്കും വളരെ കൺഫ്യൂസിങ് ആണ്, അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ടായിട്ട് തോന്നാറുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്, ഈ വളരെ കുറച്ച് നമുക്ക് ക്ലാസ് 6 പഠിക്കാനുള്ളൂ. പിന്നീട് അങ്ങോട്ട് 7th 8th 9th 10th പഠിക്കുന്ന സമയത്ത് നമ്മളൊന്നും കൂടെ അഡ്വാൻസ് ചെയ്ത് പഠിക്കും. പക്ഷേ ഇപ്പോൾ ക്ലാസ് 6 എന്താണ്, വളരെ കുറച്ചുള്ള ടോപ്പിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ പഠിച്ചെടുക്കുക എന്നുള്ളത് കമ്പാരിറ്റീവ്ലി ഒന്നും കൂടെ എളുപ്പമാണ് അല്ലേ.
അപ്പോൾ ഒരു നമ്പറിന് ലൈക്ക് ഒരു എന്താ പറയുക ഒരു വാരിയബിളിലോട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ലെറ്ററിലോട്ടൊക്കെ മാറുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ എന്താണ് അത്ര അധികം ആൾജിബ്ര സെക്ഷൻസ് ഒന്നും നമ്മൾ ക്ലാസ് 6 പഠിക്കാനുള്ള. അപ്പോൾ ലൈക്ക് ഓവറോൾ വെയിറ്റേജ് നോക്കുന്ന സമയത്ത് ഇപ്പോൾ ലൈക്ക് ഫസ്റ്റ് നമുക്ക് കൊടുക്കാവുന്ന എന്താണ് നമ്പർ സിസ്റ്റമാണ്. അത് കണ്ടന്റ് വൈസും അതുപോലെ തന്നെ എന്താണ് ഡെപ്തും ലൈക്ക് ഡിഫിക്കൽട്ടി വൈസ് നോക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നമുക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നാറുള്ളത് നമ്പർ സിസ്റ്റം ആണ്. പിന്നീട് എന്താണ് ജോമെട്രി കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. ആൾജിബ്ര എന്താണ് കുറച്ചേ പഠിക്കാനുള്ളത് കൊണ്ട് എന്താണ് വളരെ എളുപ്പമാണ്. അപ്പോൾ ആൾജിബ്ര എന്നൊക്കെ പറയുന്ന ടോപ്പിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം നിർബന്ധമായിട്ടും കൃത്യമായിട്ട് എന്ത് ചെയ്യണം പഠിക്കണം. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ബാക്കി അപ്പർ ക്ലാസ്സസിൽ നിങ്ങൾ പോകുന്ന സമയത്ത് എന്താണ് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ മുമ്പത്തെ ക്ലാസ്സിൽ നിന്ന് എന്തെങ്കിലും മിസ്സായിട്ടുള്ള ടോപ്പിക്കുകൾ മാത്തമാറ്റിക്സ് ഇപ്പോൾ ക്ലാസ് 5 ഒക്കെ ഉള്ള പഠിച്ചിട്ടുള്ള പല ടോപ്പിക്കുകൾ നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക ഈ ഒരു ബാക്കിയുള്ള ഡേയ്സ് വെക്കേഷനുള്ള ബാക്കിയുള്ള ഡേയ്സ് കുറച്ച് സമയത്തിലേക്ക് എന്ത് ചെയ്യുക നിങ്ങൾ ഡെയിലി ഇത്തരം ടോപ്പിക്സ് റിവൈസ് ചെയ്യാനും കൂടെ നിങ്ങൾ മാറ്റി വെക്കേണ്ടതുണ്ട്. കാരണം ക്ലാസ് 6 ലൈക്ക് നമുക്ക് ഓൾറെഡി പഠിക്കാനുണ്ടാവും അല്ലേ. അപ്പോൾ ബാക്കി ഒരുപാട് സബ്ജക്ട്സ് നമുക്ക് പഠിക്കാനുണ്ട്. മാത്സ് മാത്രമല്ല ഒരുപാട് സബ്ജക്ട്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എന്താണ് പ്രീവിയസ് ക്ലാസ്സിലെ ടോപ്പിക് കൂടെ വിട്ടുപോയതും കൂടെ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹെക്ടിക് ആവും. നിങ്ങൾക്ക് ഒരുപാട് പ്രോഗ്രാംസ് സ്കൂളിൽ വരാനുണ്ടാവും. അതിൻ്റെ ഇടയിലൊക്കെ വേണം എന്ത് ചെയ്യാൻ ഇത്തരം ബാക്കിയുള്ളതും കൂടെ പഠിക്കുക എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം ഈ ഒരു ബാക്കിയുള്ള ഈ ഒരു സമയം അല്ലേ വെക്കേഷനിൽ ബാക്കിയുള്ള ഈ ഒരു സമയം എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ബെസ്റ്റ് വിഷസ്.